ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കൗതുകം. മുഖക്കുരുവും കറുത്ത പാടുകളൊന്നുമില്ലാത്ത ക്ലിയർ സ്കിൻ കൊതിക്കാത്തവർ നമ്മുടെ ഇടയിൽ കുറവായിരിക്കും അല്ലേ? മുഖത്തിന്റെ സ്വാഭാവികമായ ഈർപ്പവും pH ലെവലും നിലനിർത്തുന്നതിനൊപ്പം ഏറെ ഗുണവശങ്ങളും നൽകുന്ന പ്രകൃതിദത്തമായ ഒരു സൗന്ദര്യവർദ്ധക വസ്തു ആണ് നമ്മുടെ കറ്റാർവാഴ. കറ്റാർവാഴ ജെല്ലാണ് നമ്മളിങ്ങനെ സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടി കോസ്മെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിലെ കറ്റാർവാഴ ജെല്ല് പല ബ്രാൻഡിൽ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെല്ലാവരും അത്ര കോൺഫിഡൻറ്റോടു കൂടിയാണോ ഈ ജെൽ പ്രോഡക്ട്സ് മേടിച്ച് ഉപയോഗിക്കുന്നത്? നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ, ഇതിനകത്ത് അലോവേറ ജെൽ അടങ്ങിയിട്ടുണ്ടോ, അലോവേറ ജെല്ല് തന്നെ ആണോ എന്നൊക്കെ. ഇനി നമുക്ക് ആ ഡൗട്ട് വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അലോവേറ ജെൽ ഉണ്ടാക്കാം. നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഒരു സാധനം പോലും പുറത്തുനിന്ന് ഉപയോഗിക്കാതെയാട്ടോ നമ്മൾ അലോവേറ ജെൽ ഉണ്ടാക്കുന്നത്. ഒരു കോസ്മെറ്റിക്കും ആഡ് ചെയ്യുന്നില്ല. അലോവേറയുടെ ജെല്ല് മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. കൂടാതെ നമ്മൾ ജെല്ലിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മളൊരു പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സത്ത് എടുക്കുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കറ്റാർ വാഴ മുറിച്ചെടുത്തിട്ട് വരാം. നല്ല മൂത്തത് നോക്കി ഒരു 3-4 എടുക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ 2-3 ചട്ടിയിൽ കറ്റാർ വാഴ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 4-5 ഇല എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മഞ്ഞക്കറ മാറ്റാൻ വെക്കാം. മഞ്ഞ കളറിലെ കറ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. ഇപ്പം മുഖത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് നമുക്കിത് ഊറ്റിക്കളയണം. അതിന് വേറൊന്നും ചെയ്യണ്ട, വെറുതെ ഇതൊന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി. അത് നന്നായി ഊറിപ്പൊക്കോളും. ഒരു 1/4 മണിക്കൂർ വെക്കേണ്ടി വരുമായിരിക്കും. ഞാൻ ഏതായാലും ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഊറാൻ വെക്കാം. ഇതിൻ്റെ കറ ഊറി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ സ്റ്റാർച്ച് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒന്നും ചെയ്യാനില്ല. ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക, നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നന്നായി അടിഞ്ഞു വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ചോ അരിച്ച് അതിൻ്റെ ചണ്ടി മാറ്റാം. അതിൻ്റെ ചണ്ടി വേണ്ട, നമുക്ക് ആ ജ്യൂസ് ഒന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക. കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് പാത്രത്തിൻ്റെ അടിയുന്നത് നമുക്ക് കാണാം. അതിനകത്തേക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും അടിയാൻ വെക്കുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ കറകളെല്ലാം മാറി സ്റ്റാർച്ച് നല്ല വെള്ള കളറായി വരുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്യണം. ഒരു 4-5 തവണ ഞാൻ ചെയ്തിട്ടുണ്ടത്. ആ സ്റ്റാർച്ചാണ് നമ്മുടെ ജെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നോക്കിയേ, നമ്മുടെ കറയൊക്കെ വലിഞ്ഞ് നീങ്ങിയിട്ടുണ്ട്. ഇതിപ്പം മുറിച്ചൊരു ഭാഗമാണ് കാണുന്നത്. ഇതേ നോക്കിയേ, മഞ്ഞക്കറ ഒഴുകി വരുന്നതൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് ഇവിടെ നിന്ന് മുറിച്ച് മാറ്റാം. ഇത് നോക്കിയേ, കണ്ട, മഞ്ഞക്കറയൊന്നും ഒഴുകി വരുന്നില്ല. നമ്മുടെ കറ്റാർവാഴയുടെ കറ ഒഴുകി തീർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പീൽ ഓഫ് ചെയ്തെടുക്കാം. ഇത് പീൽ ചെയ്യാൻ പീലർ ഉപയോഗിക്കുന്നത് സിമ്പിളായിരിക്കും. നമുക്കിതിൻ്റെ തൊലിയൊക്കെ നന്നായി പീൽ ചെയ്ത് മാറ്റി പൾപ്പിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഒരിക്കലും കറ്റാർവാഴയുടെ പൾപ്പ് അടിക്കുമ്പോൾ ഒറ്റയടിക്ക് അടിച്ചെടുക്കരുത്. പതിയെ പതിയെ ക്രഷ് ചെയ്ത് സമയമെടുത്ത് വേണം പൾപ്പ് അടിച്ചെടുക്കാൻ. ഒറ്റയടിക്ക് സ്പീഡിൽ അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചതച്ച് വേണം പൾപ്പിനെ അടിച്ചെടുക്കാൻ. നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഒന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു അരിപ്പയിലേക്ക് ഇതിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. മുകളിൽ ഇതിൽ വേസ്റ്റ് വരാൻ സാധ്യത കുറവായിരിക്കും. കാരണം നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം അരിപ്പയിൽ കൂടി ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാം. അത് കളയണമെന്നില്ല, നല്ലതായിരിക്കും. മുഖത്തോ കയ്യിലോ കാലുകളിലോ ഒക്കെ തേച്ചാൽ 96% അലോവേറയിൽ വാട്ടറാണ്. അതുകൊണ്ടാണ് ഇത് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അരിച്ചെടുത്തിട്ടുള്ള ജെല്ല് റെഡിയാണ്. നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം.
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ പൾപ്പിനെ ഒന്ന് ഉരുക്കിയെടുക്കാൻ. ഇതൊന്ന് കൺസിസ്റ്റൻസി മാറി വരുന്നത് നമുക്ക് മനസ്സിലാകുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ. ചെറുതായിട്ട് ഇതിൻ്റെ രൂപമൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാം. അധികം നേരം ഇത് ഓവറായിട്ട് ഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അതിനെ ചൂടാക്കി ആ ഒരു കൺസിസ്റ്റൻസി മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർച്ച് മാത്രമായിരിക്കണേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല തിക്കായിട്ടുള്ള സ്റ്റാർച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർച്ച് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജെല്ല് നല്ല തിക്കാവുന്നത് കാണാം. നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റാർച്ചിൽ അധികം വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തണേ. കാരണം അധികം വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ജെല്ല് മോശമായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റാർച്ചിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അതൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി ഇട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് തണുക്കാൻ വെക്കണം. കുറച്ച് സമയം തുറന്ന് വെച്ചാൽ മതി, അധികം സമയം വെക്കേണ്ടി വരില്ല. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഒന്ന് ഒലീവ് ഓയിലാണ്, മറ്റേത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അതൊന്ന് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. ഞാനിപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നില്ല, ഒലീവ് ഓയിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പുറത്തുനിന്നൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ച് ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ വീട്ടിലുണ്ടാകുന്ന അലോവേറ ജെല്ല് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ഇരട്ടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ജെല്ല് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷന് ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും. നമ്മുടെ സ്കിന്ന് നന്നായി ക്ലിയർ ആവാനും ഫേസിൽ കളർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ഡാർക്ക് സർക്കിള്, ടാൻ പോലുള്ളതൊക്കെ അകറ്റാനും ഇത് നന്നായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഈ ജെല്ല് തലയിൽ പുരട്ടിയാൽ നമ്മുടെ താരൻ മാറ്റാൻ വരെ സഹായകമാണ്. രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ ഈ ജെല്ല് പുരട്ടുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖം നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഈ ജെല്ലിട്ട് കിടക്കുന്നതും നല്ലതായിരിക്കും. നല്ല എഫക്റ്റ് ഉണ്ടാകും. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും. വീട്ടിലെ കറ്റാർവാഴ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഒരു ചിലവില്ല, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ചിലവ് മാത്രമാണ് നമുക്കുള്ളത്. നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. വേറെ പ്രോഡക്റ്റ്സ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ജെല്ലിന് ഈ ഒരു കളറ്. പക്ഷെ സംഭവം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.